സമീപ വർഷങ്ങളിൽ സഭ നേരിട്ട ഏറ്റവും വേദനാജനകമായ നിയമ പോരാട്ടങ്ങളിലൊന്നിന് വിരാമമിട്ട് ചരിത്രപരമായ വിധിയുമായി റാഞ്ചി സിവിൽ കോടതി 2018 ശിശുകടത്ത് കേസിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരു സന്യാസിനിയെയും മറ്റ് 2 പേരെയും റാഞ്ചി സിവിൽ കോടതി വെറുതെ വിട്ടു. ഏതാണ്ട് 8 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇവർ കുറ്റക്കാരല്ലെന്ന് കോടതി പ്രഖ്യാപിച്ചത്. റാഞ്ചിയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് 14 ദിവസം പ്രായമുള്ള ഒരു ശിശുവിനെ 50,000 രൂപയ്ക്ക് വിറ്റുവെന്ന ആരോപണത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ കേസ്. ഈ ആരോപണങ്ങൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസിനിയായ സിസ്റ്റർ കോൺസീലിയായുടെ അറസ്റ്റിലേക്ക് നയിക്കുകയും ജാർഖണ്ഡിലുടനീളമുള്ള ഈ സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ തീവ്രമായ പരിശോധനകൾക്ക് കാരണമാവുകയും ചെയ്തു. എന്നാൽ വർഷങ്ങളോളം നീണ്ട അന്വേഷണത്തിനും വിചാരണയ്ക്കും ശേഷം സ്ഥാപനത്തിനെതിരെ ഉയർന്ന വ്യാപകമായ ശിശുകടത്ത് ആരോപണങ്ങൾ തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ കേസ് തള്ളി റാഞ്ചി സിവിൽ കോടതി. സംഭവം പുറത്തുവന്ന ഉടൻ തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റി അന്വേഷണം നേരിടാൻ പൂർണ്ണ സഹകരണം നൽകുകയും സന്യാസ സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കെതിരായ പ്രവർത്തനമാണിതെന്ന് അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിധിയോട് പ്രതികരിച്ചുകൊണ്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഡാൽട്ടൺഗഡ് ബിഷപ്പുമായ ബിഷപ്പ് തിയോഡോർ മാസ്കരേനസ് ഈ വിധിന്യായം സത്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിജയമാണെന്ന് വിശേഷിപ്പിച്ചു. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സമൂഹം. സേവനത്തിന്റെ വഴിയിൽ കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയിലാണ് ഈ സമർപ്പിത സമൂഹം. നാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.